ചോദ്യം. ഇവർ പിന്നെ എന്ത് പിണ്ണാക്കിനാണ് മന്ത്രിയായിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഫ്ലാഷ് ബാക്ക്. ഇവിടെ റോമാന്തരം കത്തിയുമ്പോൾ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തി എന്നുള്ളത് പഴയ ഒരു പ്രയോഗമാണ്. പക്ഷെ മന്ത്രി വീണ ജോർജ് 5 വർഷമായി വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം. ഇവിടെ ഒരിക്കലും അവർ പറയുന്നു സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് പറയുന്നു, അവർ പറയുന്നു വ്യക്തികളുടെ പരാജയമാണെന്ന് പറയുന്നു. പക്ഷെ ഇത് സിസ്റ്റവും വ്യക്തികളുടെയും കാര്യത്തിൽ ഇവർക്കൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവർ പിന്നെ എന്ത് പിണ്ണാക്കിനാണ് മന്ത്രിയായിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? ഇപ്പോ നേരത്തെ പറഞ്ഞതെന്താ, ആ കത്രിക എന്ന് പറയുന്നത് ഞങ്ങളുടെ കാലത്തേതല്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ ന്യായീകരണ തൊഴിലാളികളായ ആളുകൾക്ക് വേണ്ടി പറയാവുന്ന ഒരു ന്യായീകരണം, കത്രിക അങ്ങ് UDF ഭരണകാലത്തെ കത്രികയാണെന്ന് പറയണം, CPM കാലത്തെ കത്രികയല്ല എന്ന് പറഞ്ഞ് ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അത് ഏറ്റു പറയാനുള്ള ആളുകളുടെ ഉണ്ട്. അതല്ല ഉദ്ദേശം. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, കോഴിക്കോട് സംഭവിക്കുന്നു, ആലപ്പുഴയിൽ സംഭവിക്കുന്നു, ഇത് ആവർത്തിച്ചു വരുന്നു, കൈ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ മന്ത്രിയായാലും ഡോക്ടർമാരുടെ പ്രതിനിധികളായാലും ആരായാലും ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? സമാധാനമായ